ബാംഗ്ലൂർക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ അച്ഛാ? അച്ചോ ഉറങ്ങിയ അത് കൊള്ളാം. ഞാനൊന്ന് കണ്ണടച്ച കുറ്റ. അത് ശരി, കണ്ണു തുറന്ന കിടന്ന് ഉറങ്ങണേ. എന്താ എനക്കറിയാ ആലോചിക്കണേ? വല്ല കണ്ടുപിടുത്തം നടത്താൻ പോകണ്ടോ? വാ, ചോറിന് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണ്. എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് വേണ്ടിയാണ് മുഴുണ്ടാക്കി വെച്ചത്. അത് പറ്റില്ല. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, എനിക്ക് ചന്ദ്രേട്ടാ. കുട്ടികളെല്ലാം ഉറങ്ങി. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കള്ളൻ തരും. എഴുന്നേറ്റ് പോടാ. മാട്ടേ, ഞാൻ പോക മാട്ടേ. പിന്നെ എതുക്ക് എന്നെ കല്യാണം പണി കൊണ്ടുവന്ന ചന്ദ്രേട്ടാ? എന്റെ കരളേ, പന്നിമോറിനെ കൊണ്ട് ഞാൻ തോറ്റു. കട്ടിപ്പുടി കട്ടിപ്പുടിടാ, കണ്ണാള കണ്ടപ്പട്ടി കട്ടിപ്പുടിടാ, കാശ്മലൻ കഥമചുണ്ടൻ. മനുഷ്യന്റെ കൊടല് കരിഞ്ഞ് മണം വരുമ്പോളാ സ്വപ്നം കാണല്. അതിന് കാണാൻ ഒരുപാടുണ്ടല്ലോ. എന്റെ ഒരു വിധിയേ, നല്ല ഒന്നാമതൊരു ആൺകുട്ടി. ചോറുവെപ്പ്, അലക്ക്, പെരടിച്ചു വാരല്, അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോലെ സകലതും ചെയ്തു കൊടുക്കണം. എന്നാലും ചീത്ത ബാക്കി. നീ സകലതും ചെയ്തു തരണുണ്ടോ? കൂടെ കിടക്കണില്ല, അത്രല്ലേ ഉള്ളൂ. അതിന് ഞാനൊരു ആൺകുട്ടിയായി പോയി, ഇല്ലെങ്കിൽ അതും ചെയ്തെന്ന് തന്നെ. ഓ, നീ ഒരു പെണ്ണാവാതിരുന്നത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നീ എന്റെ മുറപ്പൻ. എന്റെ അമ്മേ, പെണ്ണായി ജനിക്കാത്തതിന് നിന്നെ ഞാൻ തൊഴുന്നു. എന്താ ഇതിൽ ഉപ്പിട്ടിട്ടില്ലടാ? ഉപ്പിട്ടാ പോരെ. ഇതാണ് ചന്ദ്രേട്ടാ ജീവിതം എന്ന് പറയണത്. ഈ പരിപ്പ് കറി പോലെ. നീ എന്താ വെള്ളം അടിച്ചിട്ടുണ്ടോ? തത്വം വരുന്നു. ഇത് വെള്ളം അടിക്കാത്ത തത്വ. ഉപ്പ് കുറഞ്ഞ സുഖല്യ, ഉപ്പ് കൂടിയാലോ കയ്പ്. ഇതാണ് മോനെ ചന്ദ്രഹാസ ജീവിതം. हेलो भाई, सलाम. ट्रिप ಅಲ್ಲಿಗೆ ಬ್ಯಾಂಗ್ಳೂರ್ಗೆ ಒಂದು ಲಿಫ್ಟ್ ಕೊಡುವುದಾ? ಬೆಳಿಗ್ಗೆ ಬೆಂಗಳೂರಿನಲ್ಲಿ ಬಿಟ್ಟದೇ ಸಾಕು. ನಿನ್ನೆ ಜೋದಿ ನಾನು ಬರ್ಬೋದಾ? ಬೇಡಪ್ಪ ಬೇಡ. ಗುರು ನಿದ್ರೆ ಮಾಡದೆ ಹೋಗ್ಬೋದು. സാധന കൊള്ളാം. അധികം ഓടിയിട്ടില്ല. എന്താ ഓടിക്കണം? ഓടിക്കൊന്നും വേണ്ട, വർത്താനം പറഞ്ഞിരിക്കാലോ. നിനക്ക് വായിക്കാൻ ഒരുപാട് കൊച്ചു കൊച്ചു പുസ്തകങ്ങളില്ലേ, അതുപോരെ? നമുക്ക് അതിനൊന്നും യോഗല്ല. എനിക്ക് വയസ്സെത്രയെന്ന് അറിയാലോ. നീ വയസ്സറിയിച്ചാണെന്ന് എനിക്കറിയാം. എടാ, നമ്മുടെ മണിയണ്ണന്റെ മോളെ നിനക്കൊന്ന് ആലോചിച്ചാൽ. അർഹതപ്പെട്ട മുറപ്പെടേണ്ട കാര്യത്തിൽ എന്നെ ചതിച്ച ആളാ ഇപ്പൊ ആലോചന കൊണ്ട് വന്നിരിക്കണേ. പറയും ഞാൻ. എന്തിനാ ഇളിക്കണേ? എന്റെ പെങ്ങളെ കെട്ടാൻ നല്ല യോഗ്യനാ നീ, ആളുകൊണ്ടും ബുദ്ധി കൊണ്ടും. എനിക്ക് എന്തൊരു കുറവ്? സൗന്ദര്യല്ലേ, അത് വിദ്യാഭ്യാസം. നീ സിനിമ നടനെ പോലെയല്ലേ ഇരിക്കുന്നത്. പിന്നെ പഠിപ്പ്, അതിന് നീ അവളേക്കാ കേമൻ. അവള് വെറും MA, നീ SSLC, അത് 4 പ്രാവശ്യം ഫെയിൽ. നമുക്കെടുത്ത് പോവാം. ഇപ്പൊ രക്ഷപ്പെടണം. വണ്ടി എടുക്കണ്ടേ ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടാ, വെറുതെ പുലിവാലി പിടിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിടിച്ച് കേട്ടാ പോയിന്താ ഹോസ്പിറ്റലിൽ ले जाएंगे. നല്ലത് അവർ കൊണ്ടേക്കോട്ടെ. ഇവനെന്താ കണ്ണുമുക്കില് പിടിച്ച് കൊന്നനാ. മണ്ടത്തര ചന്ദ്രേട്ടൻ കാട്ടിയ. അവര് നല്ല ആൾക്കാരായതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് വന്നത്. തലേന്ന് ഒഴിഞ്ഞു പോയനെ. മോശം. അത്ര വലിയ ത്യാഗം ശരിയല്ല. നമുക്ക് പറ്റിയ നമ്മളെ ഏറ്റോ ചോര ചത്തനെ റോട്ടിൽ തട്ടിടും. എന്റെ ഈശ്വര. ഓ, നെഞ്ചിരിക്കുന്നുണ്ട്. ഭാഗ്യം. ചന്ദ്രേട്ടാ മരിച്ചോല്ല. പിന്നെ അയ്യോ, പെണ്ണ്. തെണ്ടി, ഈ നേരത്തെ എനിക്ക് ഇതേ വിചാരമുള്ളൂ അല്ലടാ? ഓ, അതല്ല, ഇയാളൊരു പെണ്ണാ. പെണ്ണോ? ആ, നോക്കിയേ. പാവം, നല്ല കിളുന്ത് പോലത്തെ കുട്ടി. കിളുന്തായാലും കായായാലും
പാതിരാത്രിക്ക് മനുഷ്യനെ തുളയ്ക്കാൻ. കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയരുത്. കണ്ണും മൂക്കിലാണ്ട് വണ്ടി ഓടിച്ചിട്ട് മനസാക്ഷി വേണം, മനസാക്ഷി. എന്ത് വേണം? വേഗം വണ്ടി വേണം നോക്ക്. എന്റെ അകലൂർ കാവിലമ്മേ, ഞാനൊരു പട്ട് കൂടി തന്നോളാം. കുഴപ്പം വരുത്തല്ലേ. അയ്യോ അവരെന്നെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എടുത്ത് പോ ചന്ദ്രേട്ടാ. അവര് നമ്മളെ വിടാൻ പോകും. ಏನಾಯ್ತು? ಎಕ್ಸ್ರೇನಲ್ಲಿ ನೋಡ್ಬೇಕು. ಆದ್ರೆ ಯಾವ್ದು ಮಾತಾಡೋದಕ್ಕೆ ಯಾವ್ದು എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല. എന്നാലും നാളെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ ഇങ്ങോട്ട് വന്നേ. അതൊക്കെ ഇവര് നോയിക്കോട്ടെ. നമുക്ക് തടി കൊണ്ട് സ്ഥലം വിടുന്നല്ല ബുദ്ധി. അല്ലെങ്കിൽ ഇടീനിയും പാഴ്സലായിട്ട് വരും. അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല. നാളെ പോലീസ് വന്നിട്ട് പോകാൻ പറ്റൂ. എന്റെ അമ്മ ഇവിടെയും മലയാളിയല്ലോ. ഇനി പോലീസുകാരുടെയും കൊള്ളല്ലോ ഭഗവാനെ. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ ലോഡ് ഇറക്കിയിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്കോ? എനിക്ക് പേടിയാ. എന്നാ ഞാൻ ഇവിടെ നിൽക്കാം, നീ ലോഡും കൊണ്ടുപോ. എന്നാ ലോറിയുടെ താക്കോല്. മനുഷ്യനോട് പട്ടിയാക്കരുത് കേട്ടോ. 4-5 കൊല്ലായി പാല് പോലെ കൂടെ കൂടിയിട്ട് ഇതുവരെ സ്ഥിരം തൊടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിനക്കവനൊന്നും നേരമില്ലല്ലോ, പഞ്ചാരടിക്കല്ലേ നേരമുള്ളൂ. അതെ, ഇത്തിരി സൗന്ദര്യമുള്ളവരോട് പെണ്ണുങ്ങൾ ചിലപ്പോ ചിരിക്കും, സംസാരിക്കും. ഇതിലൊന്നും അസൂയപ്പെട്ട് കാര്യമില്ല. മോന്തണ്ടില്ലേ 8 പോത്ത്. അസൂയ പനി 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 തീരല്ല. എന്താ ചെയ്യാ? മോൻ വെറുതെ പനിക്കണ്ട. നിന്റെ ബാഗ് അസൂയ